ഡിയേഴ്സ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീസി ക്രീമി പാസ്ത. അതിനായി ആദ്യം ചെയ്യേണ്ടത് പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച്, ചിക്കൻ പൊരിക്കാൻ ആവശ്യത്തിനാണ് എണ്ണ ഒഴിക്കേണ്ടത്. മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇടുക. 1/2 കിലോ ചിക്കനാണ് ഇതിൻ്റെ ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുള്ളത്. എണ്ണ തിളച്ച് അതിലേക്ക് ഇടുക. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നന്നായി യോജിപ്പിക്കുക. ചിക്കൻ ഒരു സൈഡായാൽ മറിച്ചിടുക. ചിക്കൻ പാകമായാൽ അത് എടുത്ത് ഓരോന്നായി മാറ്റി വെക്കാം. അതേ ഫ്രൈ പാനിൽ തന്നെ ചിക്കൻ പൊരിച്ച അതേ എണ്ണ, അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് വെളുത്തുള്ളി ഇടുക. ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം വഴറ്റിയെടുക്കുക. കുറച്ച് സമയം വഴറ്റിയെടുത്തതിന് ശേഷം അത് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1 കപ്പ് ഉള്ളി ഇടുക. ചെറുതായി അരിഞ്ഞ ഉള്ളി ഇട്ട് വഴറ്റി വരിക. വഴറ്റി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപ്പ് ഇടുക. മാഗി ക്യൂബും സോയാ സോസും നമുക്ക് ഒഴിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം ഇടുക. വഴറ്റുക. അതിന് ശേഷം 1 കപ്പ് ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നന്നായി യോജിപ്പിച്ച് ക്യാപ്സിക്കം, ഉള്ളി എല്ലാം കൂടി നന്നായി വഴറ്റി വരിക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. അതിനുശേഷം നന്നായി വഴറ്റി യോജിപ്പിക്കുക. വെന്ത് വന്നതിന് ശേഷം 2 ടീസ്പൂൺ സോയാ സോസ് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കാൻ ശ്രമിക്കുക. വെന്ത് വന്നതിന് ശേഷം മാറ്റി വെച്ച ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇടുക. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് എല്ലാം കൂടി യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് മക്രോണി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാത്രമെടുത്ത് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, വെള്ളം തിളച്ചതിന് ശേഷം 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിന് ശേഷം 1/2 kg മക്രോണി ഇടുക. നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു പാത്രത്തിൽ വെള്ളം ഊറ്റിയെടുത്ത് അവിടെ വെച്ച് മക്രോണിയും ചിക്കൻ്റെ മസാലയും തമ്മിൽ മിക്സ് ചെയ്ത് ഒരു ഫ്രഷ് ക്രീം എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ചീസും മാഗി ക്യൂബും ഇട്ട് നന്നായി യോജിപ്പിക്കുക. ഇവിടെ ക്രീം ചീസ് പാസ്ത റെഡി.